പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളൊന്ന് ഓർത്തേ, നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു കുഞ്ഞ് ജനിച്ച നിമിഷം എന്ത് സന്തോഷമായിരുന്നു നിങ്ങൾക്ക്. എന്തൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിരുന്നു ആ കുഞ്ഞുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരുന്നത്. ആ കുഞ്ഞിനെ ലോകത്തിലെ എല്ലാ നന്മകളും കൊടുത്ത് എല്ലാ സൗഭാഗ്യങ്ങൾക്ക് നടുവിൽ വളർത്തണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തുന്ന രീതി ശരിയായ രീതിയിൽ കൂടെ തന്നെയാണോ എന്ന്? ഓർക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളിന്ന് ജീവിക്കുന്നത് സർവ്വസുഖത്തിലാണ്. അവർക്കിന്ന് ഒന്നിനും കുറവില്ലാതെയാണ് അവർ ജീവിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്നത് എല്ലാം ഇന്ന് അവർക്കുണ്ട്. എന്താഗ്രഹം പറഞ്ഞാലും നടത്തിക്കൊടുക്കുന്ന മാതാപിതാക്കൾ. കയ്യിൽ ഇഷ്ടം പോലെ പണം, നല്ല വസ്ത്രം, നല്ല ആഹാരം, ഒന്നിനും കുറവില്ലാതെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇന്ന് വളർത്തുന്നത്. അവർ ആരുടെ മുൻപിലും തലകുനിക്കാൻ പാടില്ല എന്ന് നമുക്ക് വാശി തന്നെയുണ്ട്. ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ഒന്നും എന്റെ കുഞ്ഞ് അനുഭവിക്കാൻ പാടില്ല. അവർ ഏറ്റവും നല്ലതായി തന്നെ ഈ ലോകത്തിൽ വളരട്ടെ. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്ന മാതാപിതാക്കളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. സദൃശവാക്യം 22:6 ചോദിക്കുന്ന ആ ചോദ്യം: നിങ്ങളുടെ മക്കളെ ഈശോയുടെ വരിയിൽ നടക്കാൻ നിങ്ങൾ അഭ്യസിപ്പിച്ചോ? ചിന്തിക്കുക, എന്റെ കുഞ്ഞ് സഞ്ചരിക്കുന്നത് ലോകം വെച്ചു നീട്ടുന്ന വഴിയാണോ അതോ ഈശോയിലൂടെയുള്ള വഴിയാണോ എന്ന് ഓരോ മാതാപിതാക്കളും ചിന്തിക്കുക. ലോകം പറഞ്ഞു കൊടുക്കുന്ന വഴി, നല്ല സ്കൂള്, നല്ല ജോലി, സുരക്ഷിതമായ ഭാവി, ഇതെല്ലാം ലോകപ്രകാരം മുന്നേറാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ സഹായിക്കും. പക്ഷേ ജീവിതത്തിൽ അവർ തോറ്റുപോകുന്നത് നമ്മൾ തന്നെ കാണാൻ ഇടയാകും. എന്നാൽ ഈ ലോകം വെച്ച് നീട്ടുന്ന വഴി അല്ലാതെ ദൈവത്തിലൂടെ, ഈശോയിലൂടെ ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ദൈവകൃപ അവർക്ക് ലഭിക്കും. നിത്യജീവൻ നമ്മുടെ കുഞ്ഞുങ്ങൾ അവകാശമാകും. ആ വഴി എന്ന് പറയുന്നത് സഹനത്തിന്റെയും പ്രതിസന്ധികളുടെയും വഴിയാണ്. സാധാരണ ഒരു കുഞ്ഞിന് ആ വഴിയിലൂടെ മുൻപോട്ടു പോകാൻ സാധിക്കുകയില്ല. നന്നായി പ്രാർത്ഥിക്കുന്ന നല്ല ദൈവകൃപയുള്ള ഒരു കുട്ടിക്ക് മാത്രമേ ആ വഴിയിലൂടെ മുന്നേറാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ജീവിതത്തിലെ എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് പ്രതികൂല സാഹചര്യത്തിലൂടെ ആ കുട്ടി കടന്നുപോയാലും ഈശോയിൽ ആശ്രയിക്കുന്ന കുഞ്ഞ് തളർന്നു പോവുകയില്ല. എന്ത് പ്രതിസന്ധികളുടെ നടുവിലും എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് ആ കുഞ്ഞിനെ മുൻപോട്ട് നയിക്കും. ഏതു പ്രതിസന്ധികളിലും പുഞ്ചിരിക്കാനുള്ള ഭാവം അവളിലേക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ ഉറച്ചു നിർത്തുക, സത്യത്തിൽ നടത്തുക, ദൈവസ്നേഹത്തിലും ദൈവഭക്തിയിലും വളർത്തുക. പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കും, ഈ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിത് ചിന്തിക്കും, എങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ എന്റെ കുഞ്ഞിനോട് പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാൻ അവളോട് നിർബന്ധം പറയാറുണ്ട്, ബൈബിൾ വായിക്കണമെന്ന് പറയാറുണ്ട്, പക്ഷെ ഇതെങ്ങനെ സാധ്യമാകും? ഒരു കാര്യം ഓർക്കുക, നമ്മുടെ കുഞ്ഞിന്റെ സ്കൂളിലെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ എത്രമാത്രം നിർബന്ധപൂർവമാണ് നമ്മൾ നിൽക്കുന്നത്. അവർ സ്കൂളിലെ കാര്യം പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, അവർക്കൊരു മാർക്ക് കുറഞ്ഞു പോയെങ്കിൽ നമ്മൾ ട്യൂഷനൊക്കെ വിട്ട് എക്സ്ട്രാ ആയിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാറില്ലേ? അതേ തീഷ്ണതയോടെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കുഞ്ഞിന് ഒരു പെർട്ടിക്കുലർ വിഷയത്തിന് മാർക്ക് കുറവാണ് എന്ന് നിങ്ങൾ കണ്ടാൽ, ആ കുഞ്ഞുമായി ബന്ധപ്പെട്ട് ആ കുഞ്ഞിനെ നിങ്ങൾ ആ പർട്ടിക്കുലർ വിഷയം പഠിപ്പിക്കാതെ ദൈവത്തിന്റെ വചനം അവളിലേക്ക് കൊടുക്കുക തന്നെ ചെയ്യുക. വചനം അവളിലേക്ക് കയറുമ്പോൾ പഠിക്കാനുള്ള താല്പര്യം അവൾക്കുണ്ടാകും. പഠനത്തോടും ഉള്ള വലിയ അഭിനിവേശം അവളിൽ ഉളവാകുക തന്നെ ചെയ്യും. ദൈവവചനം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് ഒരു ശത്രുവും കടന്നു വരത്തില്ല എന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഓർക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ വചനത്തിൽ വളർത്തുക. വചനം നമ്മുടെ കുഞ്ഞുങ്ങളെ മുൻപോട്ട് നയിക്കുക തന്നെ ചെയ്യും. എപ്പോഴും നമുക്കുള്ള ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു മൊബൈൽ കാണുമ്പോൾ, റീൽസ് കാണുമ്പോൾ, നമ്മൾ എല്ലാവരും പറയും, എടാ മൊബൈൽ കാണുന്നത് നിർത്ത്, അല്ലെങ്കിൽ റീൽസ് കാണുന്നത് നിർത്ത്, നീ പോയി പഠിക്ക് എന്ന് നമ്മൾ വാശിയോടും നിർബന്ധത്തോടും കുട്ടിയെ പഠിക്കാനായിട്ട് വിടും. എന്നാൽ ഈ പറയുന്ന നമ്മൾ തന്നെ, അവരോട് കാണില്ലെന്ന് പറയുന്ന നമ്മൾ, മൊബൈലും റീൽസും കാണില്ലെന്ന് പറയുന്ന നമ്മൾ തന്നെ ഇതൊക്കെ കാണുന്നൊരു സ്ഥിതിവിശേഷമാണ്. ഓർക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയാവേണ്ടത് ഓരോ മാതാപിതാക്കളുമാണ്. മാതാപിതാക്കളെ നോക്കിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. മാതാപിതാക്കൾ മൊബൈൽസും റീൽസും കണ്ടാൽ കുട്ടികളും അത് തന്നെ കാണുന്നതിൽ അതിശയമൊന്നും പറയാൻ സാധിക്കുകയില്ല. അപ്പൊ അവിടെയുള്ള മറ്റൊരു കാര്യം ഇതാണ്: നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവവചനം പഠിക്കണമെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഈശോയിലേക്ക് അടുത്തെത്തണമെങ്കിൽ നമ്മൾ എത്തുക, നമ്മളിൽ വചനം നിറയുക, നമ്മൾ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളായി മാറുക. നമ്മുടെ കുഞ്ഞുങ്ങൾ രാവിലെ എണീച്ചു വരുമ്പോൾ തന്റെ മാതാവും പിതാവും ഈശോയിൽ നിന്നും രാവിലെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കട്ടെ. അങ്ങനെ സാധിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും അവർ പ്രാർത്ഥനയിൽ നിന്നും ഒരു
ഒരടി പോലും പുറകോട്ട് പോവുകയില്ല. അതുകൊണ്ട് ആദ്യം ചെയ്യുന്നത് നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ വചനത്തിൽ വളരുക, ദൈവസ്നേഹത്തിലും ദൈവകൃപയിലും മാതാപിതാക്കൾ നിറയട്ടെ. അങ്ങനെ മാതാപിതാക്കൾ നിറയുമെങ്കിൽ തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങളും ദൈവത്തിന്റെ വചനത്തിൽ നിറയാൻ തന്നെ സാധിക്കും. ഓർക്കുക, നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുണ്ടാകണം. യോശുവ 24:15 പറയുന്നത് പോലെ, ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കണം. കുടുംബമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൈകോർത്ത് നിന്ന് കുടുംബം ഒന്നിച്ച് കൈകോർത്ത് പിടിക്കുന്ന ഒരു വിഷയത്തിന്റെ മേലും നമുക്ക് ഫലം കാണാതെ വരികയില്ല. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ശത്രുവിന്റെ ഒരു ക്രൂരമ്പുകളും നമ്മുടെ കുടുംബത്തിലോട്ടോ നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളിലോട്ടോ കടന്നു വരിക തന്നെയില്ല. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്നും വചനം അവരുടെ കാലുകൾക്ക് വിളക്കും അവരുടെ പാതയ്ക്കും പ്രകാശവുമാകട്ടെ. പഠനത്തിലും ജീവിതത്തിലും അവർ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനും നല്ല തീരുമാനത്തോടെ മുൻപോട്ടു പോകുവാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.